ഇറ്റ്സ് ഓക്കെ. രണ്ടെണ്ണം ഗോൾഡ് അടിച്ചെന്ന് തോന്നുന്നു പബ്ബിൽ പോയിട്ട്. ഇത്രയും ഗ്രാൻഡ് ഒരു വെൽക്കം കിട്ടിയപ്പോ മാവേലിക്ക് എന്താണ് തോന്നുന്നത്? ഓണത്തിന് എല്ലാ മലയാളികളും കാണാൻ പറ്റിയ സന്തോഷം, അത് ലോകത്ത് എവിടെയാണെങ്കിലും അത് കാണാൻ സന്തോഷമാണ് മാവേലിക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വിസിറ്റിംഗ് us again. നിങ്ങൾ ഭയങ്കര ബിസിയാണെന്ന് അറിയാം കേരളത്തിൽ പോയിട്ട്. പക്ഷേ കേരളത്തിൽ പോയിട്ട് ഇത്ര സദ്യ കഴിച്ചിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡയറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പാതാളത്തില് ഒരു കൊല്ലം താമസിച്ച് നോക്കിയാൽ മതി. ഓണസദ്യയല്ല, ഏത് സദ്യ കഴിച്ചാലും 1 year in പാതാളം റിയലി മേക്സ് യു ലീൻ ആൻഡ് ഫിറ്റ്. അഡ്വൈസ് കൊള്ളാം. പക്ഷെ ഇവിടെ എല്ലാവരും ഇനി പാതാളത്തിലേക്ക് പോകാൻ ശ്രമിക്കും കേട്ടോ. ഈസി ആണല്ലോ. എങ്ങനെ ഈ UK വരുമ്പോഴുള്ള ബോർഡർ ചെക്കിങ് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നോ വന്നപ്പോ? ഈ പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഐ തിങ്ക് താങ്ക്സ് ടു ChatGPT. നമ്മളെ ഇമിഗ്രേഷൻ ഓഫീസർ ജസ്റ്റ് ചെക്ക് ചെയ്തു AI ഹൂ ഇസ് മാവേലി, ഹൂ ഇസ് വാട്ട് ഈസ് ഓണം, അയാൾക്ക് എല്ലാം മനസ്സിലായി. താങ്ക്സ് ടു ChatGPT 5. താങ്ക് യു. വളരെ അപ്ഡേറ്റഡ് ആണ് മാവേലി പാതാളത്തിലാണേലും. ഒരു ജെനുവൻ ക്വസ്റ്റ്യൻ, വളരെ സീരിയസ് ക്വസ്റ്റ്യൻ. ഞാൻ എന്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാവില്ല. ഈ ഓണത്തിന്റെ ഒരു മാസം മാത്രമേ ഉള്ളല്ലോ മാവേലി ബിസിയാണ്, എല്ലായിടത്തും പോകണം. ബാക്കി 11 മാസം മാവേലി അവിടെ എന്തെടുക്കുകയാണ്? അയ്യോ, ഞാൻ ഭയങ്കര ബിസിയാണ്. ഹാവ് യു ഹേർഡ് അബൌട്ട് ഡാർക്ക് വെബ്, അണ്ടർഗ്രൗണ്ട് സീൻ? അത് അവിടെയാണ് സംഭവിക്കുന്നത്. ഒന്നും പറയണ്ട, നിങ്ങളൊന്ന് പാതാളത്തിൽ വന്ന് നോക്ക്. അവിടെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ സംഭവങ്ങളാണ് ഈ ലോകത്തിനെ ശരിക്കും ഒന്ന് നടത്തുന്ന മര്യാദക്ക്. അടിപൊളി. പാതാളം നമ്മുടെ ഭൂമിയെക്കാട്ടി വളരെ സൂപ്പറാന്ന് എനിക്ക് തോന്നുന്നു. ഈ അവസ്ഥ